ബത്തേരി കിച്ചണിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ കുറച്ച് നാളായിട്ട് ഞാൻ എടുക്കണമെന്ന് വിചാരിച്ചുകൊണ്ടിരുന്നൊരു വീഡിയോയാണ്. കുഞ്ഞിപ്പെണ്ണിന് പനിയായിട്ട് വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല. അതുകൊണ്ട് പഴയ വീഡിയോകളൊക്കെ ഞാൻ യോജിപ്പിച്ച് ആക്കിയതോട്ടെ ഇന്നത്തെ വീഡിയോ. ഓണസദ്യയിലുള്ള കുറച്ച് കറികൾക്ക് ടേസ്റ്റ് കൂടാനുള്ള ടിപ്സ് ആട്ടോ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. എല്ലാ കറികളൊന്നും ഇല്ല, കുറച്ച് കറികളൊക്കെ ആട്ടോ ഞാൻ വീഡിയോയിൽ കാണിക്കുന്നത്. ഒരുമാതിരിപ്പെട്ട എല്ലാ കറികളും ഞാൻ പല വീഡിയോകളിലായിട്ട് പല പ്രാവശ്യമായിട്ട് ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇന്ന് അത് എല്ലാം കൂടെ ഒന്ന് കൂട്ടി യോജിപ്പിക്കുക. ഇത് ഒന്ന് തടിയങ്കായും ഒന്ന് കുമ്പളങ്ങായും കേട്ടോ. പലരും ഇത് രണ്ടും കുമ്പളങ്ങയായിട്ടാണ് വിചാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് രണ്ടും രണ്ടാട്ടോ, രണ്ടിനും രണ്ട് ടേസ്റ്റുമാണ്. കളറിലും കണ്ടോ, തൊലിയുടെ കളറിലും വ്യത്യാസമുണ്ട്. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ മുറിക്കുമ്പോൾ അതിൻ്റെ കുരുവിൻ്റെ തടിയങ്കായുടെ കുരു ഉള്ള ഭാഗം നല്ല സോഫ്റ്റ് ആയിരിക്കും, കുമ്പളങ്ങയുടെ അത്രയും സോഫ്റ്റ് അല്ലായിരിക്കും. സാമ്പാറിൽ ഇത് രണ്ടും ഇടും, പക്ഷേ ഒന്നുകൂടെ ടേസ്റ്റായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് കുമ്പളങ്ങയാണ് കേട്ടോ. മോരുകറി വെക്കുമ്പോഴും ഒക്കെ കുമ്പളങ്ങയാണ് ഒന്നുകൂടെ ടേസ്റ്റായിട്ട് തോന്നിയിട്ടുള്ളത്. ഇതും തടിയങ്കായും മോരുകറിയൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് എടുക്കും. നമ്മൾ തട്ടിക്കൂട്ട് സാമ്പാറൊക്കെ വെക്കുമല്ലോ, തക്കാളി ഉള്ളി ഉരുളക്കിഴങ്ങ് മാത്രമൊക്കെ ഉള്ളപ്പം ഒരു കഷ്ണം കുമ്പളങ്ങയും കൂടി ഇട്ട് വെക്കുവാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. നമ്മൾ സാധാരണ എല്ലാ കഷ്ണം ഇട്ട് വെക്കുന്നതിനേക്കാളും ടേസ്റ്റ് ആയിരിക്കും. അതുപോലെ തന്നെ സാമ്പാർ വെക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു പരിപ്പാട്ടോ ഏറ്റവും ടേസ്റ്റ്. ഈ ഒരു പരിപ്പാകുമ്പം പെട്ടെന്ന് വെന്തും കിട്ടും, നമുക്ക് കഷ്ണത്തിൻ്റെ ഒക്കെ കൂടെ തന്നെ ഇട്ട് വേവിക്കാം. മറ്റ് പരിപ്പാകുമ്പം ആദ്യം പരിപ്പൊന്ന് വേവിക്കണം, അത് കഴിഞ്ഞിട്ട് നമുക്ക് കഷ്ണം ഇടാനും പറ്റത്തുള്ളൂ. ഞാനിപ്പം തേങ്ങ വറുത്തരയ്ക്കാത്ത സാമ്പാറാട്ടോ ഉണ്ടാക്കുന്നത്. ഇതിനകത്ത് കൂടുതലും പച്ചമുളക് ഇടും, മുളക് പൊടി അധികം ചേർക്കാതെ ആട്ടോ ഉണ്ടാക്കുന്നത്. മുളക് പൊടി തീരെ കുറവെന്നല്ല, മുളക് പൊടി വല്ലാണ്ടങ്ങ് കുറുക്കിയ പോലെ ആക്കുകയല്ല, പച്ചമുളക് എരിവിന് വേണ്ടത്രയും കൂടുതൽ കീറിയിടും. പിന്നെ മുരിങ്ങക്കായും വെണ്ടക്കായും തക്കാളിയൊക്കെ ലാസ്റ്റ് എണ്ണയിൽ വഴറ്റി ചേർക്കണമെങ്കിൽ അങ്ങനെ ചേർക്കാം. ഞാനിപ്പം ഇത് ഈ സാമ്പാർ കഷ്ണത്തിനകത്തേക്ക് ഇട്ട് വേവിക്കുക കേട്ടോ ചെയ്യുന്നത്. അന്നേരം ഇത്തിരി വണ്ണമുള്ള മുരിങ്ങക്കായൊക്കെ ആണെങ്കിൽ വെന്ത് ഉടഞ്ഞൊന്നും പോകത്തില്ല. പിന്നെ വെണ്ടയ്ക്ക അധികം ചേർക്കാതിരിക്കുവാണെങ്കിൽ വല്ലാതെ വെണ്ടയ്ക്കയുടെ കൊഴുപ്പൊന്നും ഈ സാമ്പാറിൽ ഉണ്ടാകത്തില്ല കേട്ടോ. 1 കിലോ കഷ്ണത്തിന് ഒരു 3 4 വെണ്ടയ്ക്കയൊക്കെ ചേർക്കുള്ളൂ. ഇനിയിപ്പോൾ കൂടുതൽ വെണ്ടയ്ക്കയൊക്കെ ചേർക്കണമെങ്കിൽ എണ്ണയിൽ വഴറ്റി ചേർത്താൽ മതിയേ. മമ്മിയും വല്യമ്മച്ചിയൊക്കെ സാമ്പാർ വെക്കുമ്പം ഇതുപോലെ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർക്കാറുണ്ട് കേട്ടോ. പക്ഷേ അധികമായി പോകരുത്, നമ്മൾ ഇട്ടെന്നൊന്നും ആർക്കും മനസ്സിലാവത്തില്ല. അതിൻ്റെ ഒരു ടേസ്റ്റോ മണമോ ഒന്നും മുന്നിട്ട് നിൽക്കത്തുമില്ല. വളരെ കുറഞ്ഞ അളവിൽ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ. സാമ്പാർ നല്ല ടേസ്റ്റും ഒക്കെ കിട്ടും. പിന്നെ ലാസ്റ്റ് കടുക് വറക്കുവാണ് സാമ്പാറിന്. ഞാൻ ഉപ്പും മഞ്ഞളും ഒക്കെ ചേർത്ത് സാമ്പാറിൻ്റെ കഷ്ണം ഫുൾ ഫ്ലെയിമിൽ 2 വിസിലടുപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ആവിയൊക്കെ പോയി കഴിഞ്ഞപ്പം തുറക്കുക ചെയ്യുന്നത്. സാമ്പാറിന് കടുക് വറുക്കാൻ വേണ്ടിയിട്ട് വെളിച്ചെണ്ണയിൽ കടുകും കറിവേപ്പിലയും പിന്നെ വറ്റൽമുളക് ചെറിയുള്ളിയൊക്കെ ഒന്ന് മൂപ്പിച്ചു. അത് കഴിഞ്ഞിട്ട് മുളക് പൊടിയും മല്ലിപ്പൊടിയും പിന്നെ കുറച്ച് ഉലുവാപ്പൊടിയും കായപ്പൊടിയും കൂടി കേട്ടോ ചേർത്തത്. സാമ്പാർ പൊടി വേണമെങ്കിൽ ചേർക്കാം, ഞാനിപ്പോൾ ചേർത്തിട്ടില്ല കേട്ടോ. ഞാൻ സാമ്പാർ പൊടി ചേർക്കാതെയാണ് വെച്ചേക്കുന്നത്. ഉലുവ ശകലം പൊട്ടിച്ചിട്ടുണ്ടായിരുന്നു, പിന്നെ ഒരു ശകലത്തോളം ഉലുവ പൊടിയും ചേർക്കും കേട്ടോ. രണ്ടും കുറേശ്ശെ കുറേശ്ശെ ചേർക്കുന്നുണ്ട്. പിന്നെ ലാസ്റ്റ് കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിക്കുന്നുണ്ട്. കറിവേപ്പില ഉണ്ടെങ്കിൽ കുറച്ച് കറിവേപ്പിലയും കൂടി ഇടാം. പിന്നെ മല്ലിയിലയും ഇട്ടിട്ടുണ്ട് കേട്ടോ. മല്ലിയില നമുക്ക് ഇഷ്ടമാണെങ്കിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതി, നിർബന്ധമൊന്നുമില്ല. പുളിയുള്ള തക്കാളി ആയതുകൊണ്ട് വേറെ പുളിയൊന്നും ചേർത്തിട്ടില്ല. തേങ്ങ വറുത്തരച്ചുള്ള സാമ്പാറാണ് വെക്കുന്നതെങ്കിൽ ഉലുവായും ഒരു 3-4 അല്ലി വെളുത്തുള്ളിയും കൂടെ ആദ്യം ഒന്ന് വറക്കും. അത് കഴിഞ്ഞിട്ട് തേങ്ങായും കറിവേപ്പിലയും ഒക്കെ ചേർത്ത് നല്ല ചുവക്കെ വറുത്തിട്ട് ചെറിയുള്ളിയും ചേർക്കും കേട്ടോ. എന്നിട്ട് അരച്ച് ചേർക്കുക ചെയ്യുന്നത്. പിന്നെ കുരുമുളക് ജീരകമൊക്കെ ചിലർ ചേർക്കും, ഇഷ്ടമാണെങ്കിൽ ചേർക്കാൻ, ഞാനത് ചേർക്കാറില്ല കേട്ടോ. പിന്നെ പരിപ്പും സാമ്പാറിൻ്റെ കഷ്ണങ്ങളും എല്ലാം വേവിക്കുന്ന കൂടെ തന്നെ മുളകും മല്ലിയും മഞ്ഞളും എണ്ണ ഒഴിക്കാതെ ചീനച്ചട്ടിലൊന്ന് ചൂടാക്കിയിട്ട് കഷ്ണത്തിൻ്റെ കൂടെ ഇട്ട് വേവിക്കും. എന്നിട്ട് ലാസ്റ്റ് വെറുതെ കടുക് വറുത്ത് കടുകും കറിവേപ്പിലയും ചെറിയുള്ളിയെല്ലാം മൂപ്പിച്ച് ചേർക്കും. തേങ്ങ വറുത്തരച്ചതും കൂടെ ചേർക്കുക ചെയ്യുന്നത് കേട്ടോ. വെള്ളരിക്ക പച്ചടിയാണ് ഞാൻ കഴിഞ്ഞ ദിവസം കാണിച്ചത് കേട്ടോ വീഡിയോയിൽ. എളുപ്പം ഉണ്ടാക്കാൻ പറ്റുന്നതാണ്, നല്ല ടേസ്റ്റ് കേട്ടോ. കടുകും ഇഞ്ചിയും ചെറിയുള്ളിയും ഈ പച്ചമുളകും ഒക്കെ ഇടികല്ലിലിട്ട് ചതയ്ക്കുവാണെങ്കിൽ അത്രയും നല്ലതാണ്. ഞാനിപ്പോൾ മിക്സഡ് ജാറിലൊന്ന് ചതച്ച് എടുക്കുക കേട്ടോ ചെയ്തത്. ആദ്യം തേങ്ങ നന്നായിട്ടൊന്ന് അരച്ചെടുത്തു ചെറിയ തരിതരിപ്പായിട്ട്. അത് കഴിഞ്ഞിട്ട് ഇഞ്ചിയും ഈ പച്ചമുളകും ചെറിയുള്ളിയും കടുകും എല്ലാം കൂടെ ഒന്ന് ചതയ്ക്കാനേ പാടുള്ളൂ, അരിയാൻ പാടില്ല. പിന്നെ തൈരും ഒക്കെ കൂടെ ചേർത്ത് മിക്സാക്കി എടുക്കുക കേട്ടോ. ഈ വെള്ളരിക്ക ഞാൻ ആദ്യം ഉപ്പൊക്കെ ഇട്ട് വേവിച്ചെടുത്തതാണ്. വെള്ളരിക്ക വേവിച്ചപ്പം ഞാൻ ഉപ്പും പിന്നെ പച്ചമുളകും ഒക്കെ ചേർത്തിട്ടുണ്ടായിരുന്നു. ഉപ്പ് പിന്നെ നോക്കിയിട്ട് വേണമെങ്കിൽ ലാസ്റ്റ് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. പിന്നെ ലാസ്റ്റ് കടുക് വറുത്ത് ഒഴിച്ചു കൊടുത്തു. കടുകും കറിവേപ്പിലയും പിന്നെ 2 വറ്റൽമുളകും കൂടെ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഈ ഒരു പച്ചടിയിൽ ഇഞ്ചി ചേർക്കുന്നതുകൊണ്ട് തന്നെ നല്ലൊരു ടേസ്റ്റും മണമൊക്കെ കേട്ടോ. ഇഞ്ചി ചേർത്ത് ഇങ്ങനെ പച്ചടി വെച്ചിട്ടില്ലെങ്കിൽ ഇങ്ങനെ ഉണ്ടാക്കി നോക്കണം കേട്ടോ, നല്ല ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഒരു പുളിയിഞ്ചി കേട്ടോ ഉണ്ടാക്കുന്നത്, എളുപ്പം ഉണ്ടാക്കാം. ഒരു 3-4 കൂട്ട സാധനങ്ങൾ മാത്രം മതി. ഇഞ്ചിപ്പുളി, പുളിയിഞ്ചി അങ്ങനെ പല പേരും പറയും കേട്ടോ. കുറച്ച് വാളംപുളി കുതിരാൻ വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ പച്ചമുളക് ഇഞ്ചിയൊക്കെ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. വെല്ലം എടുത്തിട്ടുണ്ട് കേട്ടോ. വെല്ലം കല്ലുള്ളതാണെങ്കിൽ ഉരുക്കി അരിച്ചിട്ട് വേണം എടുക്കാൻ. പിന്നെ ഇഞ്ചി നല്ല ചുവക്കെ എണ്ണ ഒഴിച്ച് വറുത്തെടുത്തു. അത് കഴിഞ്ഞിട്ട്
പുളിവെള്ളത്തിലേക്ക് വെല്ലം ഇട്ടിട്ട് ഉരുക്കിയെടുക്കുന്നുണ്ട്. ആ കൂടെ തന്നെ പച്ചമുളകും പിന്നെ കുറച്ച് ഉപ്പും കൂടി ഇടുന്നുണ്ട് കേട്ടോ. ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ കല്ലോ അഴുക്കോ ഉള്ള ശർക്കരയാണെങ്കിൽ ഉരുക്കി അരിച്ച് വേണം പുളിവെള്ളത്തിലേക്ക് ഒഴിക്കാൻ വേണ്ടിയിട്ട്. നല്ല ശർക്കര ആയതുകൊണ്ടാണ് പുളിവെള്ളത്തിലേക്ക് നേരെ നേരെ ശർക്കര ഇട്ടത്. പുളിവെള്ളവും പിന്നെ ആ ഒരു ശർക്കരയൊക്കെ നന്നായിട്ട് വെന്ത് കുറുകി വന്നിട്ടുണ്ട്. അതിനകത്തേക്ക് ചുവക്ക വറുത്ത ഇഞ്ചി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി, അത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് കടുകും കറിവേപ്പിലയും വറ്റൽമുളകും കൂടെ ഒന്ന് മൂപ്പിച്ചിട്ട് ഇഞ്ചിപ്പുളിയിലേക്ക് ചേർക്കുക കേട്ടോ. ഈ ഒരു രീതിയിലല്ലാതെ ഉലുവായും പിന്നെ ഉഴുന്നും കൂടെ വറുത്ത് പൊടിച്ചിട്ട് ഇഞ്ചിക്കറി വെക്കാറുണ്ട്. അത് ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തിട്ടേക്കാം കേട്ടോ. 10 മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്നൊരു ഇഞ്ചിക്കറി കേട്ടോ. എളുപ്പം ആവുകയും ചെയ്യും, നല്ല ടേസ്റ്റുമാണ്. പിന്നെ ഒരു മത്തങ്ങ ഓലനാട്ടോ. ഉപ്പും പച്ചമുളകും ഒക്കെ ഇട്ടിട്ട് മത്തങ്ങ വേവിച്ച് തേങ്ങാപ്പാലൊക്കെ ഒഴിച്ച് ലാസ്റ്റ് കുറച്ച് പച്ച വെളിച്ചെണ്ണയും കറിവേപ്പിലയൊക്കെ ഇട്ടിട്ട് എടുക്കുക കേട്ടോ. അത്രേ ഉള്ളൂ, നല്ല എളുപ്പമല്ലേ. ഇതുപോലെ തന്നെ കുമ്പളങ്ങ കൊണ്ടും വെക്കാം. ബീട്രൂട്ട് പച്ചടി വെക്കാൻ വേണ്ടിയിട്ട് തേങ്ങയും ഇഞ്ചിയും പച്ചമുളകും കൂടെ വെള്ളം ഒഴിക്കാതെ തൈര് ഒഴിച്ചിട്ട് ഒന്ന് അരച്ചെടുക്കണം. അത് കഴിഞ്ഞിട്ട് ഈ തേങ്ങയിലേക്ക് കടുക് ചേർക്കണം. കടുക് ചേർത്തിട്ട് അത് അരഞ്ഞു പോകാൻ പാടില്ല, ഒന്ന് ഒതുക്കിയെടുക്കാനേ പാടുള്ളൂ കേട്ടോ. പിന്നെ ബീട്രൂട്ട് ഉപ്പൊക്കെ ഇട്ട് വേവിച്ച് വെച്ചിട്ടുണ്ട്. അത് മിക്സിയുടെ ജാറിൽ ചെറുതായിട്ടൊന്ന് തരിതരിപ്പായിട്ട് അരച്ചെടുക്കണം. വല്ലാതെ അരഞ്ഞു പോകരുത്. ഇങ്ങനെ അല്ലാതെ ചെറുതായിട്ട് അരിഞ്ഞ് എണ്ണയിൽ വഴറ്റിയിട്ടും ബീട്രൂട്ട് പച്ചടി വെക്കാം കേട്ടോ. രണ്ട് രീതിയിലും ചെയ്യാം. പിന്നെ കടുക് പൊട്ടിച്ചു, കറിവേപ്പിലയും പിന്നെ വറ്റൽമുളകും ഒക്കെ ഒന്ന് മൂപ്പിച്ച് കഴിഞ്ഞിട്ട് തേങ്ങ അരച്ചതും മിക്സിയുടെ ജാറിൽ തരിതരിപ്പായിട്ട് അരച്ച് വെച്ചേക്കുന്ന ബീട്രൂട്ടും കൂടെ ചേർത്ത് തീ അപ്പം തന്നെ ഓഫാക്കി ഒന്ന് മിക്സാക്കി എടുക്കുന്നേ ഉള്ളൂ. തേങ്ങ ചൂടായി വെന്ത് പോയാൽ ടേസ്റ്റ് മാറിപ്പോകും. അതുകൊണ്ട് ഇത് വേവിക്കാൻ പാടില്ല കേട്ടോ. ഇങ്ങനെ ഒന്ന് മിക്സാക്കി എടുക്കാനേ പാടുള്ളൂ. തീ ഓഫാക്കി എരിശ്ശേരി വെക്കാൻ വേണ്ടിയിട്ട് തേങ്ങ, മഞ്ഞൾ, ജീരകം, ചെറിയുള്ളി, വെളുത്തുള്ളി പിന്നെ പച്ചമുളക് എല്ലാം കൂടെ ഒന്ന് അരച്ചെടുക്കുന്നുണ്ട്. പരിപ്പും ചേനയും കൂടെ കേട്ടോ എരിശ്ശേരി വെക്കുന്നത്. ഉപ്പും മഞ്ഞളും ഒക്കെ ഇട്ടിട്ട് പരിപ്പും ചേനയും വേവിച്ചെടുക്കുന്നുണ്ട്. ഇതുപോലെ മത്തനും പയറും കൂടെ അല്ലെങ്കിൽ പച്ചക്കായും പരിപ്പും കൂടെയും വെക്കാം. നമ്മൾ എന്ത് പച്ചക്കറി കൊണ്ട് എരിശ്ശേരി വെച്ചാലും ഇതുപോലെ തന്നെയാണ് എരിശ്ശേരി ഉണ്ടാക്കുന്നത്. എരിശ്ശേരിക്ക് ടേസ്റ്റ് കൂടാൻ വേണ്ടിയിട്ട് കുറച്ച് നെയ്യിൽ കടുക് വറുത്താൽ മതി. അല്ലെങ്കിൽ നെയ്യും വെളിച്ചെണ്ണയും കൂടെ പകുതി പകുതി ആണെങ്കിലും എടുത്താൽ മതി കേട്ടോ. കടുകും കറിവേപ്പിലയും പിന്നെ ചെറിയുള്ളി, വറ്റൽമുളക്, വെളുത്തുള്ളി, പച്ചമുളക് അങ്ങനെ എല്ലാം കൂടെ മൂപ്പിച്ച് കഴിഞ്ഞ് തേങ്ങയും ചുവക്ക വറുത്തു. പിന്നെ അരപ്പൊക്കെ ചേർത്ത് കഷ്ണം ഉടച്ചൊക്കെ മിക്സ് ആക്കിയിട്ടുണ്ടായിരുന്നേ, അത് ഈ തേങ്ങയൊക്കെ വറുത്ത കൂട്ടിലേക്ക് ചേർത്ത് ഇളക്കി യോജിപ്പിച്ചെടുക്കുക. തോരൻ വെക്കുന്നതൊന്നും ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. തോരനൊക്കെ ഇപ്പോൾ എല്ലാവർക്കും വെക്കാൻ അറിയാമല്ലോ. ഇത് കുറച്ച് പയർ മെഴുക്കുവരട്ടി വെക്കാനാണ്. നമ്മൾ സാധാരണ വെക്കുന്ന പോലെയല്ല, കുറച്ച് വെറൈറ്റി ആയിട്ട് നല്ല ടേസ്റ്റായിട്ട് മെഴുക്കുവരട്ടി വെക്കുന്നതാണ്. വള്ളിപ്പയർ അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതിലേക്ക് സവാളയും പച്ചമുളകും പിന്നെ കുറച്ച് തേങ്ങാക്കൊത്തും വെളുത്തുള്ളി ചതച്ചതും ഒക്കെയാണ് വേണ്ടത്. ഇതെല്ലാം കൂടെ ചീനച്ചട്ടിയിൽ വെള്ളം ഒഴിച്ചിട്ട് വേവിക്കണം. ഒരുപാട് വെള്ളം ഒഴിച്ചാൽ ടേസ്റ്റ് ഉണ്ടാകത്തില്ല. വളരെ കുറഞ്ഞ അളവിൽ വെള്ളം ഒഴിച്ചാൽ മതി കേട്ടോ. കുറച്ച് ഉപ്പും കൂടി ഇടുന്നുണ്ട്. പയർ വെന്ത് കഴിയുമ്പോൾ പിന്നെ കുറച്ച് വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് കുറച്ച് സമയമൊക്കെ എടുത്ത് ചെറിയ തീയിൽ വെച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി ഒന്ന് ഫ്രൈ ആക്കി എടുക്കണം കേട്ടോ. അത്രയേ ഉള്ളൂ, നല്ല ടേസ്റ്റുള്ളൊരു മെഴുക്കുവരട്ടിയാണ്. അപ്പോൾ എല്ലാവർക്കും ബത്തേരി കിച്ചണിൻ്റെ വക അഡ്വാൻസ് ഹാപ്പി ഓണം. അപ്പോൾ ഇന്നത്തെ വീഡിയോയും വിശേഷങ്ങളൊക്കെ ഇവിടെ നിർത്തുകയാണ്. വീഡിയോ കണ്ടിഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറന്നു പോകരുതേ. നാളെ പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം.